सुहानी रात ढल चुकी ना जाने तुम कब आओगे. റഫി സാബിൻ്റെ ഈ പാട്ട് കേരളത്തിൽ നല്ല ഭാരതത്തിലെ സംഗീതപ്രേമികൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും കേട്ടിട്ടുള്ള പാട്ടാണ് സുഹാനി രാത്ത്. സുഹാനി രാത്തിൻ്റെ പ്രത്യേകത എല്ലാവരും ആകർഷിക്കാൻ പറ്റുന്ന ഒരു പാട്ടാണിത്. അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം പരിചിതമായ ഒരു പാട്ട് കൂടിയാണ്. ഇതിൻ്റെ രാഗത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ രാഗം പഹാഡി എന്നാണ് രാഗത്തിൻ്റെ പേര്. ഈ പഹാഡി എന്ന് പറഞ്ഞ രാഗത്തിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. പാട്ട് കേൾക്കുന്ന ഓരോരുത്തരെയും അതിലേക്ക് ആകർഷിക്കാനുള്ള ഒരു കഴിവ് ഈ പഹാഡി എന്ന് പറഞ്ഞ രാഗത്തിനുണ്ട്. പഹാഡി എന്ന് പറഞ്ഞ രാഗത്തിൻ്റെ പ്രത്യേകത തന്നെ അതാണ്. പർവ്വതങ്ങളുടെ ഇടയിലൂടെ വരുന്ന മാറ്റുലി, അതാണ് ഈ പഹാഡിക്ക് വേറൊരർത്ഥം നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. എന്തായാലും പഹാഡി എന്ന് പറഞ്ഞ രാഗത്തിന് ഹിന്ദുസ്ഥാനിയിലും കർണാടക സംഗീതത്തിലും ഒരേപോലെയാണ്. അതിൻ്റെ പേര് ഒരേപോലെയാണ്, അതിൻ്റെ സഞ്ചാരവും ഒരേപോലെയാണ്. ഹിന്ദി ഭാഷയിൽ ആദ്യമായിട്ട് പഹാഡി എന്ന് പറഞ്ഞ രാഗത്തിലൊരു പാട്ടുണ്ടായത് 1949 1949 ബർസാത്ത് എന്ന് പറഞ്ഞ ഒരു സിനിമയിൽ ലതാ മങ്കേഷ്കർ പാടിയൊരു പാട്ടാണ്. ഈ പാട്ടൊന്ന് കേട്ടാലോ. ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് വെച്ചാൽ ഒരു പഹാഡി രാഗം എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല, ഈ പാട്ട് വളരെ എളുപ്പമായിട്ട് പഠിക്കാൻ പറ്റും. ഈ പാട്ടിൻ്റെ ഒരു പ്രത്യേകത അത് വളരെ സിംപ്ലിസിറ്റി ഉള്ളൊരു പാട്ടാണത്. എളുപ്പം പഠിക്കാൻ പറ്റുന്ന 2 പാട്ടുകൾ പഹാഡിയിലുണ്ട്. ഒന്ന് ജോ വാദാ കിയാ വോ നിഭാനാ പടേഗാ. പഹാഡി എന്ന് പറഞ്ഞ രാഗത്തെ പറ്റി പറയുമ്പോൾ ഈ പാട്ട് ഒരിക്കലും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റില്ല. ഒന്ന് കേട്ടു നോക്കിയാലോ. കേട്ടു നോക്കാനൊന്നുമില്ല, നിസ്സാര സംഭവമാണ്. അതായത് ഈ പാട്ട് എന്തായാലും എല്ലാവരും കേട്ടിട്ടുണ്ടോ? അത്ര മനോഹരമായ പാട്ടാണ്. ഇതിന് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഹിന്ദിയിൽ വളരെയധികം പഹാഡി എന്ന് പറഞ്ഞ രാഗം വളരെയധികം യൂസ് ചെയ്തിട്ടുണ്ട് പഴയ പാട്ടുകളിൽ. ഇപ്പോൾ വളരെ കുറവാണെങ്കിലും പഴയ പാട്ടുകളിൽ വളരെയധികം യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിനി കാണാനുള്ളത് തമിഴ് പാട്ടുകളാണ്. തമിഴ് പാട്ടുകളിലും പഹാഡി എന്ന് പറഞ്ഞ രാഗം വളരെ ഹിറ്റ് പാട്ടുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം. சின்ன சொல்லெடுத்து சுந்தரிக்கு நீ போதூது ഇനി മലയാളം സിനിമയിലേക്ക് വന്നാൽ മലയാളം സിനിമ ദേവരാജ മാഷ് ചെയ്തിട്ടുണ്ട് പാട്ടുകൾ. കടലമ്മ 1963. പാലാഴിക്കടവിൽ നീരാട്ടിനിറങ്ങിയ പാലപ്പൂങ്കാവിലെ പൂങ്ങിനാവേ. അടുത്തത് 1965 ആകാശപ്പൊയ്കയിലുണ്ടൊരു പൊന്നും തോണി. 1969 മേലെ മാനത്തെ നീലിപ്പൂലയിക്ക് മഴ പെയ്താൽ ചോരുന്ന വീട്. പൂന്തേനരുവി പൊന്മുടിപ്പുഴയുടെ അനുജത്തി നമുക്കൊരേ. അടുത്തത് യുവാക്കളെ യുവതികളെ യുവചേതനയുടെ ലഹരികളെ. 1974 ചട്ടക്കാരി അല്ല പാട്ടുകളാണ്. അടുത്തത് പഹാഡി ചെയ്തിട്ടുള്ള ജോൺസൺ മാഷ് വടക്കു നോക്കി യന്ത്രം 1989 മായാമയൂരം പീലി നേർത്തിയോ ആശാമരാളം കിനാവിൻ്റെ കൂടിൻ കവാടം തുറന്നു. 1990 ശുഭയാത്ര. ഓക്കെ. മൈ ഡിയർ മുത്തച്ഛൻ 1992
രണ്ടു പൂവിതൾ ചുണ്ടിൽ വിരിഞ്ഞു. കുങ്കുമമോ പനിനീർ ചെന്താരോ തുമ്പിയായി മനം. 1996 ഉദ്യാനപാലകൻ എന്ന് പറഞ്ഞ സിനിമയിൽ നല്ലൊരു പാട്ട് ജോൺസൺ മാഷ് ചെയ്തിട്ടുണ്ട്. ഏകാന്തരാവിൻ പിൻവാതിൽ ചാരി പെൺചന്ദ്രലേഖ 1998 ഓർമ്മച്ചപ്പില് ഉന്മാദം കരളിലൊരു ഉന്മാദം. അടുത്തത് MS ബാബുരാജ് ചെയ്തിട്ടുള്ള പാട്ടുകളിൽ 1964 ഭാർഗവി നിലയം. വാസന്ത പഞ്ചമി നാളിൽ വരുമെന്നൊരു കിനാവു കണ്ടു, വരുമെന്നൊരു കിനാവു കണ്ടു. 96 തറവാട്ടമ്മ. ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായവിടുത്തെ അരികിൽ ഞാനിപ്പോൾ വന്നെങ്കിൽ. അടുത്തത് 1967 ഖദീജ. സുറുമയെഴുതിയ മിഴികളെ പ്രണയമധുരത്തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ, സുറുമയെഴുതിയ മിഴികളെ. 67 പരീക്ഷ. അവിടുന്നൻ ഗാനം കേൾക്കാൻ ചെവിയോർത്തിട്ടരികിലിരിക്കെ സ്വരരാഗ സുന്ദരിമാർക്കോ അരികിൽ വരാനെന്തൊരു നാണം, അരികിൽ വരാനെന്തൊരു നാണം, അവിടുന്നൻ ഗാനം. അടുത്തതായി AT ഉമർ ആഭിജാത്യം എന്ന സിനിമയിൽ 1971 രാസലീലയ്ക്കു രാധികേ. പിന്നെ രവീന്ദ്ര മാഷ് ചെയ്തിട്ടുള്ള 1989 നഗരങ്ങളിൽ ചെന്ന് രാപ്പാർക്കാമെന്ന സിനിമ. അനന്തമാം അഗാധമാം സജീവസാഗരം. അടുത്തതായി M ജയചന്ദ്രൻ ചെയ്ത പഹാഡിയിലൊരു പാട്ട് കേൾക്കാം. 2004 പെരുമഴക്കാലം എന്ന ചിത്രത്തിൽ പഹാഡിയിലൊരു പാട്ടുണ്ട്. കല്ലായി കടവത്തെ കാറ്റൊന്നും മിണ്ടില്ലേ, മണിമാരൻ വരുമെന്ന് ചൊല്ലിയില്ലേ. 2006 M ജയചന്ദ്രൻ പഹാഡി ചക്രമുത്ത് എന്ന സിനിമയിൽ പഹാടി പാടു ഗായികേ അങ്ങനെ ഒരു പാട്ടുകൂടി ചെയ്തിട്ടുണ്ട്. പഹാടി പാടു ഗായികേ. ഇനി ഇളയരാജ ചെയ്ത മലയാളം പാട്ടുകൾ പഹാഡിയിൽ. ഇത് ഇളയരാജ ആകെ 3 പാട്ടുകളെ ചെയ്തിട്ടുള്ളൂ. ഈ 3 പാട്ടുകളും ഹിറ്റായിരുന്നു. ഒന്ന് മെല്ലെയൊന്നു പാടി നിന്നെ ഞാനുണർത്തിയോ മനെ മനസ്സിനക്കരെ. അടുത്ത പാട്ട് 2009 സ്വപ്നങ്ങൾ കണ്ണെഴുതിയ മത്സ്യകന്യകേ ഭാഗ്യദേവത. അടുത്തത് ഇളയരാജ ചെയ്ത ഭാഗ്യദേവത തന്നെ. ആഴിത്തിര തന്നിൽ വീണാലും വിരയുന്നുണ്ടെന്നാലും സന്ധ്യേനി സുന്ദരിയായി. ഇത്ര 3 പാട്ടുകളാണ് ഇളയരാജ ചെയ്തത്. പഹാഡിയിൽ ചെയ്ത 3 പാട്ടുകൾ ഹിറ്റായിരുന്നു. അടുത്തത് ബേണി ഇഗ്നേഷ്യസ് ചെയ്ത പാട്ടാണ് പഹാഡിയിൽ. 1999 പൂത്തുമഴയായി വന്നു നീ പുളകം കൊണ്ടു ചൊരിഞ്ഞു നീ ഒരേ മനസ്സായി നാം. പഹാഡിയിൽ ഇങ്ങനൊരു പാട്ട് ചെയ്ത് നമുക്ക് വിശ്വസിക്കാനേ പറ്റില്ല. കാര്യം എന്ന് വെച്ചാൽ പഹാഡി രാഗത്തിൻ്റെ പ്രത്യേകത എന്താ? അല്ല ഇതിലും ഇതിലും പ്രണയം ഉണ്ടാവാം, വിരഹം ഉണ്ടാവാം, പ്രതീക്ഷ ഉണ്ടാവാം, ഇതൊക്കെ ശരിയാണ്. പഹാഡി എന്ന് പറഞ്ഞ രാഗത്തിൻ്റെ പ്രത്യേകതയും ഇതാണ്. അതായത് കാത്തിരിപ്പ്, സന്തോഷം, സമാധാനം, വിരഹം ഉണ്ട് അതിൽ.
അങ്ങനെയുള്ള എല്ലാ സമ്മിശ്രമായ വികാരങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു രാഗമാണ് പഹാഡി. അതുകൊണ്ട് തന്നെ പഹാഡി എന്ന് പറഞ്ഞ രാഗം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. പഹാഡി എന്ന് പറഞ്ഞ രാഗത്തിനെ നിങ്ങൾ വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്നറിയില്ല, പക്ഷേ പഹാഡി രാഗത്തിലുള്ള എല്ലാ പാട്ടുകളും നിങ്ങൾക്ക് ഇഷ്ടമാവും. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. फूलों के रंग से दिल की कलम से तुझको लिखी रोज पाती, कहने को जश्न बहारा है, इश्क ये देख के हैरान है, फूल से खुशबू खफा खफा है.